നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഉമ്മമാരെ, ആ മക്കളെ കവിച്ചു വെച്ച് ഒരു സമ്പാദ്യവും നമുക്കില്ല. നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ് കേട്ടോ. നമ്മുടെ മക്കള് ഭൗതികം പഠിക്കാൻ പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുട്ടികൾ പിഴച്ചു പോകണം എന്നില്ല. ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവർ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർ പിഴച്ചു പോകണം എന്നില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ, എല്ലാ ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഇന്നലെ അതാ ഞാൻ പള്ളിയിൽ ജുമുഅക്ക് പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ, ഞാൻ ദർസ് നടത്തുന്ന പള്ളിയിൽ ജുമുഅയില്ല, അതൊരു നിസ്കാര പള്ളിയും ദർസുമാണ്. ആ ദർസിൽ 60 മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ജുമുഅക്ക് പോകുന്നത് ആ നാട്ടിലെ മഹല്ല് പള്ളിയിലേക്കാണ്. അങ്ങനെ ഞാൻ പതിവ് പോലെ ആ മഹല്ല് പള്ളിയിലേക്ക് ജുമുഅക്ക് പോയി. ഞാനതാ പള്ളിയുടെ ഉള്ളിലങ്ങ് കയറിയപ്പോൾ ഒരു പാന്റും ഷർട്ടും ധരിച്ചിട്ടുള്ള ഒരു കൗമാരപ്രായമുള്ള മകൻ, ആ മോൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുന്നു. ഞാനപ്പോ മനസ്സിലാക്കിയെടുത്തു സ്വലാത്ത് ചൊല്ലുന്നതായിരിക്കും. കാരണം വെള്ളിയാഴ്ച ദിവസമാണല്ലോ, വെള്ളിയാഴ്ച സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണല്ലോ. ആരാണ് ആ മോൻ? എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. ആ മകൻ മറ്റാരുമല്ല, എന്റെ ദർസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 60 മുതഅല്ലിമുകളെ കൂട്ടത്തിൽ ഒരു കുട്ടിയാണത്. മുതഅല്ലിമായിട്ട് പിന്നെന്തേ പാന്റും ഷർട്ടും ധരിച്ചിട്ട് ജുമുഅക്ക് വന്നത് എന്നാ ചോദ്യം. ആ കുട്ടി, ആ മകൻ കേവലം മുതഅല്ലിമായി പഠിക്കുക മാത്രമല്ല, ഞങ്ങളെ ദർസിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദീനിയായ ഇൽമ പഠിക്കുന്നതോടൊപ്പം ആ കൗമാരപ്രായമുള്ള മോൻ പകൽ സമയത്ത് കോളേജിൽ പോയി പഠിച്ചു. അങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അതേ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം മംഗലാപുരം ടൗണിൽ വന്ന് പകൽ സമയത്ത് പ്രത്യേകം ഒരു കോഴ്സ് പഠിക്കുന്നു. എന്തിനാണ് ഞാനിത് പറയുന്നത്? എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ആ സഹോദരൻ, ആ അനുജൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പിഴച്ചുപോയില്ല. പിഴച്ചു പോകണമെങ്കിൽ എല്ലാവരും പിഴച്ചു പോകണ്ടേ? ഇല്ല, പിഴച്ചുപോയില്ല. ആ മകന്റെ ഉമ്മയും ബാപ്പയും ചിന്തിച്ചു, ഈ എന്റെ മകൻ, അവൻ കേവലം ഒരു എഞ്ചിനീയർ ആയാൽ മാത്രം പോരാ, ബാപ്പാനെ ബഹുമാനിക്കുന്ന മകനാകണം, ഉമ്മാനെ ഉമ്മയായി കാണുന്ന മോനാകണം. അങ്ങനെ കാണണമെങ്കിൽ അവന് ഭൗതികമായ പഠനം മാത്രം പോരാ, കോമേഴ്സ് പഠനം മാത്രം പോരാ, +1 +2 ഡിഗ്രി മാത്രം പോരാ, സയൻസ് മാത്രം പോരാ, എഞ്ചിനീയറിംഗ് അറിവ് മാത്രം പോരാ, അല്ലാഹുവിന്റെ ദീനിയായ ഇൽമും കൂടി ആ മോനുണ്ടാകണം. അവൻ ഖുർആൻ പഠിച്ച മോനാകണം, ഹദീസ് പഠിച്ച മോനാകണം, ദീനിനെ കുറിച്ച് നല്ല ബോധമുള്ള മോനാകണം. അങ്ങനെയാണ് ഞങ്ങളെ ദർസിൽ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ആ എന്റെ ദർസിലെ ഒരു വിദ്യാർത്ഥിയെ, അവരെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് എന്ന നിലയ്ക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഈ രംഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. എന്തിനാണ് സുഹൃത്തുക്കളെ ഞാനിത് പറഞ്ഞത്? രക്ഷിതാക്കൾ കേൾക്കണം. മറക്കപ്പുറത്തിരിക്കുന്ന നല്ല ദീനീ ബോധമുള്ള ഉമ്മമാരെ, ആഖിറം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് മാത്രം ജീവിക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് പറയാണ്, നമ്മുടെ മക്കളുടെ ഭാവി മാതാപിതാക്കളുടെ കരങ്ങളിലാണുള്ളത്. ആ മാതാപിതാക്കൾ ഒരിക്കൽ പോലും കുട്ടികളുടെ ഭാവി തകർത്ത് കളയരുത് കേട്ടോ. നാളെ പരലോകത്ത് റബ്ബിന്റെ ചോദ്യം നിങ്ങളോട്, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, അതേ എന്തിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചോദ്യം നിങ്ങളോടുണ്ട്.